Hey guys, welcome back. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പെരുന്നാളിന് ഇനി 3-4 ദിവസം മാത്രമേ ഉള്ളൂ. 5 ദിവസമൊന്നുമില്ല, 4 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ മിനിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്റെ ഫേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. മൊത്തത്തിൽ ഡാമേജ് ആണ്. ഫേസ് മാത്രമല്ല, എന്റെ ഹെൽത്ത് ഒക്കെ പോയി കിടക്കാണ്. കാരണം ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ ജലദോഷമൊക്കെ പിടിച്ചിട്ട് വയ്യ എനിക്ക്. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. വീഡിയോസ് ഒത്തിരി ഉണ്ട് എന്റെ ഫോണിനകത്ത്. അതൊക്കെ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പോലും എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഷോർട്ട്സ് ഇടാത്തത്. പിന്നെ നമ്മളുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഗീവ് അവേ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. ഇത് കണ്ടു, കാറ്റ് മാത്രമാണ് വരുന്നത്. ഒരു പറയുന്നത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക്. എവിടെയോ ബ്ലോക്കാണ്. സോ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ സെറ്റപ്പ് ആക്കിയതിനു ശേഷം നമുക്ക് വീട് കാണാം. കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെയുള്ള എന്റെ ഫേസ് ആണിത്. ഫുള്ള് കുരുവും പാടും ഒക്കെ ആയിട്ട് ടാനൊക്കെ ആയിട്ട് ആകെ ഇല്ലാണ്ടായിട്ട് ഇരിക്കുകയാണ്. പെരുന്നാളിന്റെ ദിവസം ഒന്ന് ബ്രൈറ്റ് ആവാനും സ്കിന്നൊക്കെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം പോകാനായിട്ട് ഇറങ്ങിയതാണ്. പകുതി വഴിക്ക് വെച്ചിട്ട് വേറെ കാര്യത്തിന് വേണ്ടി പോയി. അത് നടന്നില്ല. അപ്പൊ ഇന്ന് അതിനൊന്നും പറഞ്ഞ് ഇറങ്ങുവാണ്. അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്റെ ഫേസ് അവസാനമായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടോളൂ. ഇത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനേ പറ്റുണ്ടാവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ മുഖം ഇങ്ങനെ ചൈനീസുകാരുടെ പോലെ ഇരിക്കുന്നത്. കാരണം ഷിഫ്റ്റിംഗ് ഇവിടെ ആയതിനു ശേഷം രാവും പകലും ഞാൻ ഇവിടെ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. എന്റെ പണി എന്താണെന്ന് അറിയോ? ഇവിടെ ഇരിക്കണം അവിടെ എടുത്ത് വെക്കുക, അവിടെ ഇരിക്കണം ഇവിടെ എടുത്ത് വെക്കുക, അങ്ങോട്ട് നീക്കി വെച്ചോക്ക. അപ്പൊ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കും ഞാൻ. പിന്നെ വീണ്ടും വരും. പിന്നെ അവിടെ ഇരിക്കുന്ന അടുത്ത് ഇപ്പുറത്തേക്ക്, ഇവിടെ ഇരിക്കുന്ന അടുത്ത് അപ്പുറത്ത് വെക്കും. ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലൊന്നും ആയിട്ടില്ല. ഒരു 40% റെഡി ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ പിന്നെ വിഷ്ണുവോട് സംസാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫേഷ്യൽ ചെയ്യാൻ പോകണ്ടേ? ഹൈഡ്രാ ഫേഷ്യൽ ആരെങ്കിലും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിയാം ഹൈഡ്രാ ഫേഷ്യൽ എന്താന്നുള്ളത്. എങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ എന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുഖം നിങ്ങൾ ഇപ്പോ ഒന്നുകൂടെ കണ്ടു നോക്കൂ. നേരെ ക്ലിനിക്കിൽ പോയതിനു ശേഷം ബാക്കിയുള്ള വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താഴെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമായി. ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഞാൻ ഓടിപ്പോട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ സ്പൽബർ. നമ്മള് റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കാണ്. അല്ലേടാ? കേട്ടോ, ഒരു റൗണ്ട് ബോർഡ് കറങ്ങാനുള്ള തത്രപ്പാടിലാണ് ഉള്ളത്. ഭയങ്കര കഷ്ടപ്പാടാണല്ലേ റൗണ്ട് ബോർഡ് കറങ്ങാൻ. പിന്നെ ഞാൻ പിന്നെ വണ്ടിയൊന്നും എടുക്കാത്തോണ്ടേ എനിക്ക് അങ്ങനെ ഇതുവരെയ്ക്കും അതിന്റെ കഷ്ടപ്പാട് എന്താന്ന് അറിയാൻ പാടില്ല. ഇരുന്നിങ്ങനെ ആസ്വദിക്കല. സംഭവം ഇവള് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വഴി പറഞ്ഞു കൊടുക്കണം. ഞാൻ ആകെ 2 ദിവസം ആയിട്ടുള്ളൂ ഇവിടെ ഷിഫ്റ്റ് ആയിട്ട്. എന്നിട്ട് ഞാൻ അവക്ക് ഇവിടെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലേടാ? പിന്നെ എടാ എന്തെങ്കിലും എന്നെ ഉണ്ട് വാക്ക്. ഇതൊന്ന് കഴിയട്ടെ. അതെ അതെ, ആ വളയൊന്ന് മുളച്ച് കഴിയട്ടെ. നമുക്ക് പാർക്കിങ് അതിന്റെ മുമ്പിൽ കിട്ടിയിട്ടില്ല. കുറച്ച് ദൂരെ ഇട്ടിട്ട് നടക്കാണ്. എന്തായാലും നമ്മള് ഫേഷ്യൽ ചെയ്യാൻ പോവാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് കറുത്താലും കുഴപ്പമില്ല. അത് കണ്ണുണ്ട് ഇവിടെ. ഇതൊക്കെ കാണുന്നുണ്ടോ ഇതിനകത്ത്? അത്ര കാണുന്നില്ല, ചെറുതായിട്ട് കാണും. നമുക്ക് അകത്ത് കയറിയിട്ട് സംസാരിക്കാം. ഞാൻ വിചാരിച്ചില്ല ഇത് ക്ലിനിക്കാണെന്ന്. ഐ മീൻ ബ്യൂട്ടി സെന്റർ. ഡ്രസ്സൊക്കെ കണ്ട അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞാൻ കഫേയിൽ വന്നതുപോലെ ഉണ്ട്. സോ ഹൈഡ്രാ ഫേഷ്യൽ അല്ല കേട്ടോ ചെയ്യുന്നത്. നമുക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി മുഖമൊന്ന് സെറ്റപ്പ് ആക്കാൻ തോന്നി. അതുകൊണ്ടാണ്. നല്ല ആംബിയൻസ്, ചെടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഞാൻ പ്രൊസീജിയർ ചെയ്യുന്ന റൂമിലാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഒരു വാഴയൊക്കെ ഉണ്ട് മൂലയ്ക്ക്. ഇവരൊരു ക്ലോത്ത് തരും ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ക്ലോത്ത് ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഷോളിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഫുള്ള് ലൈക്ക് കാണിക്കാൻ പറ്റാത്ത കോലത്തിലായിട്ടുണ്ട്. ഇതിന്റെ മേലോട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. 1.5 മണിക്കൂറാണ് പ്രൊസീജിയർ ഉള്ളത്. ഇനി അടുത്ത കോളിനുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചെന്ന് ആരും പറയരുത്. ഇങ്ങനെയാണ് ഗൈസ്. എനിക്ക് വേറെ മാറിയല്ല കാണിച്ചത്. കാരണം ഫേസിലും നെക്കിലൊക്കെ അല്ലേ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഓപ്പൺ ആയിരിക്കും. അത് കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം തിരുമ്പി വരാം.
Bro, don't touch. അയ്യോ, എപ്പിടി ഇരിക്കുക ഗൈസ്? ക്ലിയർ ഇല്ലാന്നറിയാം. പുറത്തിറങ്ങിയിട്ട് ഞാൻ വിശദമായിട്ട് കാണിക്കാം എന്റെ മുഖം. ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി വന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ആവേശത്തിലൊന്നും പറയാത്തത്. എന്റെ മുഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. 1-2 ദിവസം പിടിക്കും ഒരു നല്ല കോലത്തിൽ എത്താൻ വേണ്ടി. എനിക്ക് ഇവരുടെ സർവീസ് ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. 367 ആണ് ഈ ഒരു ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പൊ അവരെന്നോട് ആദ്യപ്പോഴേ പറഞ്ഞു, ഇപ്പൊ ഒന്നും നോക്കണ്ട ഫേസ്, നാളെ മോർണിംഗ് മുതല് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങുമെന്നുള്ള. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ ഒത്തിരി ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ആണ്. സർവീസ് ഓക്കെ, സെക്കൻഡറി ആണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നോ നോ നോ, ഡോണ്ട് വറി. അങ്ങ് കൊടുക്കാനായി, നോമ്പാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അകത്ത് വന്നു, കാരണം പുറത്ത് ഭയങ്കര സൗണ്ട്. എനിക്ക് എന്നെ എന്തെങ്കിലും പോലെ, കാരണം ഞാൻ ഏകദേശം ഉറങ്ങിയിട്ടാണ് ഇപ്പൊ വരുന്നത്. പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് സൗണ്ട് ഉച്ചക്ക് കേട്ടപ്പോ ഈ രണ്ടും ഒന്നല്ലേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അകത്തോട്ട് പോയ വേറൊരാളുണ്ടല്ലോ, അയാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർക്ക് 45 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റേത് 1.5 മണിക്കൂർ. എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഇത് മാത്രമേ ഞാൻ അറിഞ്ഞു. ഇതൊക്കെ പൊട്ടിക്കുന്നതൊക്കെ നല്ല വൃത്തിക്ക് അറിഞ്ഞു. ബിക്കോസ് ആ ഫസ്റ്റിലുള്ള ഒരു ക്ലെൻസിങ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനപ്പ് ആയിരുന്നു. അത് ഞാൻ നല്ല വൃത്തിക്ക് അറിഞ്ഞു. അതിന് ശേഷമുള്ള മസാജും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങി പോയി. എനിക്ക് എനിക്ക് ശരിക്കും ഇപ്പം റെസ്റ്റ് നല്ല വേണം. റെസ്റ്റ് ഒന്നും കഴിയിട്ടില്ല. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ഇനി അവള് വന്നിട്ട് വേണം പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട്. എന്താവും അറിയില്ല. ഇന്നലെയൊക്കെ ഓൺ ദ ഗോ ആണ് നോമ്പ് തുറന്നത്. ഇന്നും എന്താണ് വണ്ടിയിലാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോ ഇവിടെ നിന്നവർ എനിക്ക് തുറക്കാൻ എന്തെങ്കിലും തരുമായിരിക്കും. സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. നോക്കട്ടെ. കൊടുക്കുന്നു. കൂടെ ഉള്ള ആള് വന്നിട്ടുണ്ട്. നീ എന്താ ചെയ്തേ? വരാ, വരാ. ഞാൻ ചെയ്തത് ഫേഷ്യലാണ്. ഈ നാണം നോക്കിക്കേ. സത്യം പറ, നീ എന്താ ചെയ്തേ? പറയടേ. ഞാൻ ഫുൾ ബോഡി മസാജ്. അതിന് നിൽക്കുന്നു. പെട്ടെന്ന് ചോദിച്ചോണ്ട് ഞാനെങ്ങനെ അത് ചേരുന്നെങ്കിൽ എന്തോ എടുത്തിട്ട് കാണിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. എനിക്കിവിടെ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഞാൻ ഇപ്പൊ ഇരിക്കാൻ പോണതേ ഉള്ളൂ. ഒട്ടി വീഴോ. ഊഞ്ഞാലി, നമ്മുടെ വീട്ടിലൊരു ഊഞ്ഞാലി ഉണ്ടല്ലോ. ഇത് ഗ്ലാസിന്റെ ആണ്. എനിക്കൊന്ന് ഇരിക്കണം എന്നുണ്ടായിരുന്നു. റമദാനൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറെ ചന്ദ്രൻ, സൂര്യനും എല്ലാം സ്റ്റാർ ആണല്ലേ. നമുക്ക് ഇറങ്ങാം. എന്തെങ്കിലും കഴിക്കണ്ടടാ. വിഷന്ന് ചത്തു. ഇവിടെ നമുക്ക് ഇറങ്ങാം. ഇവിടെ എന്തെങ്കിലും കഴിക്ക കാര്യമായിട്ട്. ജസ്റ്റ് ഡേറ്റ്സ് മാത്രം കഴിച്ചിട്ടാണ് നോമ്പ് തുറന്നത്. 6:50 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കുറെ നടക്കണല്ലേ. പക്ഷെ വന്നപ്പോ ഞാൻ അവളോട് പറഞ്ഞേ, തിരിച്ചു പോകുമ്പോ ഇരുട്ടൂടാ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, വെയിലൊന്നും ഇല്ലല്ലോന്ന്. ഷ്യോ, എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വല്ലതും വാങ്ങിച്ച് കഴിക്കാം. നമ്മളെ സ്ഥിരം കുറ്റി മൊബൈലിലാണ് വന്നിരിക്കുന്നത്. നോമ്പ് തുറന്നിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. നോമ്പ് തുറന്നൊന്നുമില്ല. എന്ത് നോമ്പ് തുറന്നുല്ലേ? ഒരു ഫ്രഷ് മിൽക്ക് കോഫി അല്ല ഇവിടെ കുടിക്കുന്നു. സ്മെല്ലില്ലേ? കോഫി പറഞ്ഞു. ഇനി നോക്കട്ടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോന്ന്. നിങ്ങൾ മറ്റേ ആ ടിന്നിനകത്ത് വെച്ചിരുന്ന മുട്ടമാല എടുത്ത് പുറത്ത് വെച്ചു അല്ലേ? ആ, സ്ഥിരമായിട്ട് മനസ്സിലായി. പിന്നെ ചിക്കൻ പത്തല്, പിന്നെ തക്കാരപ്പെട്ടി ഉണ്ട് ചിക്കൻ്റെ, പിന്നെ ഉന്നക്കായ, ബനാന റോള്. ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചല്ല. ആ, 1.5 മണിക്കൂറുണ്ട്. ഫേസ് നോക്കിക്കേ. ഗ്ലോബിങ് ഗൈസ്. ഗ്ലോ ചെയ്യുന്ന ആക്ച്വലി ഒരു സിറം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്
അല്ലാതെ ചെയ്ത പാടെ വെട്ടിത്തിളങ്ങുന്നല്ല. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ സമയം എന്തായടാ? 8 മണി. രണ്ടാമത്തെ നോമ്പ് എങ്ങനെ? നോമ്പ് തുറന്ന് ഈത്തപ്പഴച്ച് നോമ്പ് തുറന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഞാൻ സ്പെഷ്യൽ സാധനമാണ് പറഞ്ഞിരിക്കുന്നത്, വന്നിട്ട് കാണിച്ചത്. അയ്യോ, ഞാൻ ഇതായിരുന്നല്ലേ ഓർഡർ ചെയ്തത്. അയ്യോ, സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിരുന്ന സാധനം ഇതല്ല കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ ഇതല്ല, തേങ്ങ ചോറായിരുന്നു. പിന്നെ ഇവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റം ഇതാണെന്നും പറഞ്ഞ് കഴിച്ചിട്ട് നിങ്ങൾ എന്തായാലും നല്ല അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാ. അത്ര സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് തന്നതാ. കഴിച്ചോട്ടെ. ഓ, നിന്റെ ഫുഡ് വന്നില്ല? ഞാൻ കഴിച്ചോട്ടെടാ. ഒരു വായ. ഞാൻ ബോൺ പീസ് തരാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. ബോണില്ലാത്ത ബോൺലെസ് ആണ്, എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, ചൂട് കുറച്ച് കഴിക്കാം. വന്നല്ലോ നിന്നായിട്ടോ, നിന്റെ എണ്ണയില്ലേ? എങ്ങനെയുണ്ട് നോക്കേ. നല്ലുണ്ടോ? ഓക്കെ തന്നെയാ. ശർബത്ത് ഇട്ടില്ല. ശർബത്ത് ഇപ്പൊ ഉണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി കാര്യമായിട്ട് ഒന്നും കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഒരു ശർബത്ത് കുടിക്കാൻ വന്നതാ. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും കഴിക്കണം, പക്ഷെ എനിക്ക് മാത്രം തരില്ല, കഴിക്കാൻ തോന്നുന്നേ ഇല്ല. എന്താ കാണണ്ടേ? ഉണ്ടോ ഫസ്റ്റിലുള്ള ആദ്യം ഉണ്ടായത് ഈ കോണൊക്കെ? ഇതെന്താ സാധനം ചോദിച്ചു ബ്രോ? ഇതെന്താ സാധനം? വായിലൊക്കെ പോയതാണ്, ഞാൻ പിടിച്ചു നിർത്തിയതാണ്. ഇനി നീ കഴിച്ചോ? പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഇവളിനി എന്നെ കാണാൻ വരൂല. എന്നാ അവസാനല്ലേടാ? ആണോ? ഓക്കെ. എന്താ പേരൊന്നും അറിയത്തില്ലല്ലോ ഈ സാധനത്തിന്റെ. ബോറോ? എനിക്ക് അറിഞ്ഞൂടാ, പേര് എനിക്കറിയണ്ട. ബോറെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് അത്ര ബോറായിട്ട് തോന്നുന്നില്ല. കുഴപ്പമില്ല. മധുരം മധുരമാണ്, മധുരം. പക്ഷെ എന്താ സാധനം മാത്രം മനസ്സിലാവുന്നില്ല. വിളമ്പയ്ക്കയോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു. അതിന് പോയിട്ട് ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു കുക്കി സർബത്തോ പാസ്സാക്കണം. താളില്ല അത്ര. ഇത് എങ്ങനെ നീ കുടിച്ചു? അപ്പൊ ഇത് കുൽക്കിയില്ലേ? ഇവിടെ സ്ഥിരം ചെയ്യുന്ന ആളല്ല കേട്ടോ ചെയ്തു തന്നത്, വേറെ ആളാണ് ചെയ്തത്. നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നതാ. നല്ലുണ്ട്, സൂപ്പർ, അടിപൊളി. എന്തൊക്കെയോ കഴിച്ചിട്ടും കുടിച്ചിട്ട് തോന്നുന്നു ഇപ്പോഴാ. തിരക്കിന്റെ ഇടയിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മറന്നു ഗൈസ്. ആക്ച്വലി തുടങ്ങിയപ്പോഴത്തേക്കും ഹൈഡ്രാ ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. അവസാനിക്കുന്നത് ഷോപ്പിംഗ് ആണ്. ഞാൻ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാണ് ഗൈസ്. ഈ കമ്പും കൊലം കണ്ടപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എടാ ഞാൻ തുടങ്ങിയത് എന്തും പറഞ്ഞിട്ടാ? ഹൈഡ്രാ ഫേഷ്യൽ ഗൈസ്. അങ്ങനെ അവസാനം വീട്ടു സാധനങ്ങളും വാങ്ങിച്ചതാണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. കുറച്ച് വൈകിപ്പോയി, അതിനിടെ മറന്നുപോയി. അയ്യോ, ഇപ്പം ഞങ്ങൾ യെസ് ഗൈസ്, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ എന്റെ മുഖത്തിന്റെ അവസ്ഥ. ഇതൊക്കെ മൊത്തത്തിൽ സെറ്റപ്പ് ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ബ്ലഡ് ആയിട്ട് ഇരിക്കുക, എല്ലായിടം പൊട്ടിച്ചിട്ട്. എടാ ഇതല്ല,
Cheers. Okay, guys. Ta-ta.